ജോലിയൊക്കെ മാറ്റി വെച്ച് സ്വന്തം കമ്പനിയിൽ നിന്ന് സ്വന്തമായിട്ട് ലീവ് എടുത്ത് ഒരു 3-4 ദിവസത്തേക്ക് ഞങ്ങൾ ധനുഷ്കോടിക്ക് പോവുകയാണേ. മുന്നേ പലതവണ എനിക്ക് ധനുഷ്കോടിക്ക് പോകാൻ ചാൻസസ് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അതും എന്റെ സ്വന്തം വണ്ടിയിൽ തന്നെ പോകണം. ഇതുവരെ പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നേ. അത് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു പ്രശ്നം. കൂട്ട് വേണം, കൂട്ട്. ആ കൂട്ടാണല്ലോ എന്റെ കെട്ടിയോൻ. പുള്ളി ഡബിൾ ഹാപ്പി. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാല് വണ്ടി ഞാൻ ഓടിച്ചോണം. പുള്ളി പാസഞ്ചർ പ്രിൻസ് ആയിട്ട് ഇരിക്കുള്ളൂ അത്രേ. എന്താ നിങ്ങൾ ഗേൾസിന് മാത്രമാണോ പാസഞ്ചർ പ്രിൻസസ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, ബോയ്സിന് വേണ്ടെന്നാ ചോദിക്കുന്നത്. അത് കേട്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയേ. ഇത്ര ധൈര്യം ഉണ്ടായിരുന്നോ ധൻഷേട്ടന്? ഇത്ര വിശ്വാസം ഉണ്ടായിരുന്നോ ധൻഷേട്ടന് എന്റെ ഡ്രൈവിംഗ് സ്കിൽസിൽ? എനിക്ക് വയ്യ, എന്തോരം കഴിവുകളായി എനിക്ക്. വഴി അറിയാത്ത ആളുകളുടെ വഴികാട്ടിയാണല്ലോ ഗൂഗിൾ ആന്റി. ഗൂഗിൾ ആന്റിയിൽ തപ്പി വഴിയിട്ട് കഴിഞ്ഞപ്പോ ദൂരെ കിടക്കണു 430 കിലോമീറ്റർ എന്റെ വീട്ടിൽ നിന്ന് ധനുഷ്കോടിക്ക്. അതായത് ഒരു 9-9.5 മണിക്കൂർ നിർത്താതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ധനുഷ്കോടിയിലെത്താം. അയ്യോ, അപ്പൊ ഈ വഴിയിലെ കാഴ്ചയൊക്കെ ആര് കാണും? അത് പറ്റില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ ബി ഉണ്ടാക്കി. ആ പ്ലാൻ ബി ആണ് ഇന്ന് നമുക്ക് മധുരയിൽ താമസിക്കാം എന്നുള്ളത്. ഓ, ഇനി അത് ധൻഷേട്ടനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഒരു കാപ്പിയും ഒരു കപ്പക്കിഴങ്ങ് പൊരിച്ചതും കൂടെ കൊടുത്ത് ധൻഷേട്ടനോട് ഞാൻ പറഞ്ഞു മധുരയിൽ നല്ല ഫുഡ് കിട്ടും. പുള്ളി അത് വിശ്വസിച്ചു. അങ്ങനെ നമ്മൾ ഇന്ന് മധുരയിൽ നിൽക്കാന്ന് വെച്ചേ. ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മധുരയെത്തി റൂം എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫുഡാണ് അന്വേഷിച്ചത്. മധുരയിൽ കുറച്ചും കൂടെ മുന്നോട്ട് വന്ന സമയത്ത് പിന്നെ ട്രാഫിക് കാരണം വണ്ടിയൊന്നും നീങ്ങുന്നില്ല. അത്ര ബ്ലോക്കായേ. എന്നിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി സൈഡാക്കി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നാണ് കേട്ടോ ഈ ഒരു ജിഗർദണ്ഡ ഷോപ്പിന്റെ ഫ്രണ്ടിലെത്തിയത്. മധുരൈ വന്നിട്ട് പിന്നെ ജിഗർദണ്ഡ കഴിക്കാതെ എങ്ങനാ? ജിഗർദണ്ഡ ഇതിന് മുന്നേ ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരെണ്ണാണേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ നല്ല രസമുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടോണ്ട് ധൻഷേട്ടനും കൂടെ ഒന്ന് പറഞ്ഞേ. ഇവിടെ ഒരു മാർക്കറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളും അതുപോലെ ഫുഡ് കൊടുക്കുന്ന ഫുഡ് സ്റ്റാൾസും ഒക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ കുറേ ഗ്രെയിൻസും വെജിറ്റബിൾസും ഒക്കെ ആയിട്ടൊരു ചേട്ടൻ നിൽക്കുന്നതുണ്ട്. ഇതൊക്കെ കൂടെ കുമ്പിളൊക്കെ കുത്തി നമുക്ക് ഇതുപോലെ ഇട്ട് തന്നേ. ഞാനിങ്ങനെ കാണിക്കുന്ന കണ്ട് നിങ്ങൾ വിചാരിക്കരുത് നോമ ഏതോ ഇല്ലത്തെ കുട്ടിയാണെന്ന്. അതൊന്നുമല്ല, ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാ ചെയ്യുന്നേ. അവര് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്തന്നേ ഉള്ളേ. ഇവിടെ നല്ല സൂപ്പർ ബൺ പൊറോട്ടയും അതുപോലെ നല്ല മട്ടൻ ചുക്കയും കിട്ടി. അടിപൊളി ഫുഡായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു അക്കോമഡേഷൻ കണ്ടുപിടിച്ചേ. ഇത് ശരിക്കും ചെറിയൊരു വീടാണ് കേട്ടോ. ബെഡ്റൂമും ഹോളും കിച്ചണും അതുപോലെ ചെറിയൊരു ഡൈനിങ് സ്പേസും വാഷ്റൂമും ഒക്കെ ഉള്ളൊരു വീട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടിയതാണ് കേട്ടോ.